ഗൈസ്, ഇന്ന് തിരുവോണമല്ലേ? ട്രാൻസാക്ഷൻ വീഡിയോയും മറ്റൊന്നും എടുത്ത് സമയം കളഞ്ഞ് മടി കാരണം എനിക്ക് വയ്യ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും കുറേ പരിപാടികളുണ്ട്, അപ്പോൾ അതൊക്കെ ഒരു ലോങ് വീഡിയോ ആക്കി എടുത്ത് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അത്ത ഇടണം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു അത്ത ഇടുന്നത്. ആദ്യത്തെ 2 വട്ടവും ഞാൻ ആദ്യമായിട്ട് കോമ്പസ് പിടിപ്പിച്ച ടീച്ചറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വരച്ച് കറക്റ്റ് ആക്കി എടുത്തു. തലയ്ക്കും തലേ ദിവസം തന്നെ ഞാൻ പൂവൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചു. കാരണം ഉത്രാടം ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ, സോ പൂവിനൊക്കെ നല്ല വിലയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഉത്രാടത്തിന്റെ തലേ ദിവസം തന്നെ പോയി 150 രൂപയ്ക്ക് പൂ വാങ്ങിച്ചങ്ങ് റെഡിയാക്കി എടുത്തു. കാരണം ഉത്രാടത്തിന്റെ അന്ന് ഒന്നാമത് നല്ല തിരക്കായിരിക്കും, രണ്ടാമത് ഈ വിലക്ക് എനിക്ക് എങ്ങനെ നോക്കിയാലും പൂ കിട്ടൂല. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായി തലയ്ക്കും തലേ ദിവസം തന്നെ പൂ വാങ്ങി റെഡിയാക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ഉത്രാടത്തിന്റെ അന്ന് രാത്രി ഞാൻ അതെല്ലാം ഇറുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, ഈ വട്ടത്തിന്റെയോ ത്രികോണത്തിന്റെയോ പൂവിന്റെയോ കാര്യമല്ല, ദാ ഈ ഇലയുടെ ഷേപ്പിലുള്ള ഡിസൈനിന്റെ കാര്യം. 2 വരച്ചപ്പോൾ ശരിയായി. പിന്നെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും എവിടേക്കോ ഒരു പെശക്. അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ ഭംഗിക്ക് വരച്ചു. അപ്പൊ വീണ്ടും അത് അടിച്ചു പരത്തി നൂത്തൊക്കെ എടുത്താണക്ക്. ഒന്ന് ഗോപുരമാകുമ്പോ ഒന്ന് ത്രികോണാവും, ആ ഷേപ്പിലൊക്കെ സംഭവം. ജോമെട്രി ഒക്കെ എടുത്ത് അളവൊക്കെ പിടിച്ച്, പിന്നെ അപ്പുറത്തെ സുരേഷ് ഏട്ടന്റെ അടുത്തുനിന്ന് പോയി മുഴക്കോലൊക്കെ വാങ്ങിച്ച് അളവൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു. സമയമില്ല. എന്റെ ഈ പരിപാടിയൊക്കെ കണ്ട് വട്ടെടുത്തോണ്ടായിരിക്കും പാവ എന്റെ അച്ഛൻ വന്നും കൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഫൈനലി നമ്മളെ പൂക്കളം ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊക്കെ എടുത്തു. കുറച്ച് പൂവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം കൂടെ തന്നെ സാധാരണ അമ്മ ചെയ്യുന്ന പണിയാണിത്. ഈ ഉരുളിക്കകത്ത് വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് പൂ ഇടുക. ബാക്കി വന്ന പൂവിനെല്ലാം കൂടെ ഞാൻ ഇവിടെ വാരിയിട്ടു. കാരണം ഇനി ഇത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ എന്തായാലും പൈസ കൊടുത്തു വാങ്ങിച്ചേണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊന്ന് പോയി. എനിക്കിനി ഇവിടെ വേറെ വല്ല പണിയുണ്ടാ? ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. എന്നെ നോക്കുന്നത് കണ്ടോണ്ടാവും അച്ഛൻ നേരെ മുറം എടുത്തുകൊണ്ട് പായസത്തിനുള്ള പ്രിപ്പറേഷനിലോട്ടൊക്കെ തകർക്കുകയാണ്. അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ തോരൻ, അവിയൽ, സാമ്പാറില്ല, പരിപ്പും ഇല്ലെന്ന് തോന്നുന്നു, രസം, പുളിശ്ശേരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന്റെ പിറകിലായി. പിന്നെ ഞാനും അച്ഛനും ഞങ്ങളുടേതായ കുറെ പാചകങ്ങളിലായിരുന്നു. അവസാനം അടുക്കളയിൽ എന്റെ കലാശക്കൊട്ടിന് വഴിയൊരുക്കിക്കൊണ്ട് രസവും തിളച്ചു വന്നു. അപ്പൊ എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പൊ അത് മുന്നിട്ടിറക്കി കൊണ്ടുപോകുന്നത് അമ്മയാണ്. പാചകം ചെയ്യുന്നതിന്റെ ഇടയിലും അച്ഛന്റെയും അമ്മയുടെയും കുട്ടിക്കാലവും അവരാഘോഷിച്ച ഓണക്കഥകളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ കേട്ടോണ്ട് ഒരറ്റത്ത് ഞാൻ നിൽക്കും. ചുമ്മാ നിൽക്കുന്ന കണ്ടിട്ട് അച്ഛനോട്ടും പിടിച്ചില്ല. ഉടനെ അച്ഛന്റെ ഹെൽപ്പറായിട്ട് കയറാൻ പറഞ്ഞ്. ആക്ച്വലി ഈ ഹെൽപ്പിംഗ് പണി എന്റേതല്ല. 2 വർഷത്തിനിപ്പുറം വെച്ചാണ് അച്ഛനെ പായസത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ മിണ്ടാൻ നിൽക്കണേണ്. ഇനി ആ ഹെൽപ്പർ ആരെന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസാൻ, അതായത് എന്റെ ഈസു. അവളാണ് അച്ഛന് പാചകത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. സാധാരണ അങ്ങനെയാണല്ലോ, നമ്മുടെ ഫ്രണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ഗസ്റ്റും അവർ ആ വീട്ടിലുള്ള ആളുമായിട്ട് മാറുമല്ലോ. അങ്ങനെയാണ് അവളും. ഇത്തവണ നബിദിനവും തിരുവോണവും ഒരുമിച്ച് വന്നപ്പം അവൾക്ക് വരാൻ പറ്റാതായി. ഈ ഒളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ അതിഥിയാണ്. അപ്പൊ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. ഇനി സദ്യ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം. നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കണ്ട, ഒന്ന് അതുകൂടെ കണ്ടിട്ട് വരാമെന്ന്. എന്തായാലും ഒരു നടത്തവും കൂടെ ആവുമല്ലോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ച് വീടെത്തണം, അതാണ് മെയിൻ കാരണം. സോ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.